യുവതലമുറയും അല്ല, മൊത്തത്തിൽ ഇപ്പോൾ ലഹരി എന്നുള്ള സംഗതി പടർന്നുകൊണ്ടിരിക്കും. ലഹരിക്കെതിരെ പല സംഘടനകളും എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി ഇന്നും ലഹരിയുടെ വിമുക്തത മുഴുവനാക്കുക എന്നുള്ളത് സാധ്യമായിട്ടില്ല. നാം ദീനീ പ്രവർത്തകർ എന്ന നിലക്ക് ലഹരിയെ എങ്ങനെ നമുക്ക് തുരത്താൻ കഴിയും? ആദ്യം ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഉദാഹരണത്തിന് നാം എല്ലാവരും പഠിക്കുന്ന സ്കൂളിൽ തന്നെ വളരെയേറെ വിപത്തായിട്ട് വന്ന സാഹചര്യമാണ് ലഹരി എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് അറിയാണ്ട് പോലും പല കുട്ടികളും +1, +2, 10ാം ക്ലാസ്, ഏറെ പറയാനില്ല 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കടക്കം ഈ ലഹരി എന്ന് പറയുന്ന സാധനം വളരെയേറെ അഡിക്റ്റാണ്. നമ്മൾ ഇസ്ലാമിക ഒരു പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഈ ലഹരിയെ നിർത്താനുള്ളത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മസ്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നജസാണ്. ഈ കള്ളായാലും ലഹരിയായാലും എല്ലാതും നജസാണ്. അതുകൊണ്ട് തന്നെ ആ കള്ള് കുടിച്ചിട്ട് നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവർത്തനം ഒരു ഫലവും ഉണ്ടാവില്ല. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ തെറ്റുള്ള കാര്യമാണ് ഈ കള്ള് കുടിക്കൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കൽ എന്നുള്ളത്. നാം എല്ലാവരും ഒരാളെ കാണുമ്പോൾ ഒരാള് ബീഡി വലിക്കുന്നുണ്ട്, എന്നാൽ ആ ആള് ബീഡി വലിക്കുന്ന ആ മണം നമുക്ക് വളരെയേറെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എഫക്ട് ചെയ്യണ ആ മണത്തെ തൊട്ടിട്ട് നമ്മൾ പിന്തിരിപ്പിക്കണം അയാളോട് നമ്മൾ പറയണം, അല്ലയോ മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബീഡി വലിക്കുന്നത്? നമ്മുടെ കരളിനും ഹാർട്ടിനുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു കൊടുത്ത് അയാളെ ആ ലഹരിയിൽ നിന്നും ആ മസ്തുണ്ടാക്കുന്ന ദ്രാവകങ്ങളിൽ നിന്നും അയാളെ വേർതിരിപ്പിക്കലാണ്. ഇത്രയും പറഞ്ഞു എന്റെ വാക്കുകൾക്ക് വിലാപം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു മത്സരങ്ങളോടി പുറത്തോടുമോ യൂസം വിഭാഗത്തിന്റെ ഇൻഷഹുൽ ജുമാൽ തേർഡ് പ്രൈസ് കോട്ടത്തം സി സഹദ് സലമി ടീം ഖസം 1 point Nagre. Second prize Kabir Yayam Nagar Al Qasam 7 point C grade, and natural first A grade Ansaf Marakara Al Qasam 9 point C grade. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വേദിയിലെത്തുന്നു നെക്സ്റ്റ് കോർഡിനേറ്റർ ജി. Letter G.